ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും അടിപൊളിയല്ലേ? കാര്യങ്ങൾ ഒക്കെ ഓക്കെ ആയിട്ട് പോവാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് പുതിയ സിനിമയല്ല, ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ എത്തിയേക്കുന്നത്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞ മൂവി. ടോവിനോ തോമസ്, അതുപോലെ തൃഷ, അവരൊക്കെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മൂവിയാണ്. കുറച്ച് നാൾ മുമ്പ് റിലീസായി. ഈ വർഷം ഫസ്റ്റ് സിനിമ അതാണെന്ന് എനിക്ക് തോന്നുന്നത്. 25 സ്റ്റാർട്ട് ചെയ്തത് ആ സിനിമയാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. ആ മൂവി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ എത്തിയേക്കുന്നത്. ഞാൻ എപ്പോഴും സംസാരിക്കുന്ന പോലെയല്ല, ഇത് കുറച്ചൊരു സീരിയസ്, അങ്ങനെ ഇച്ചിരി ബാക്കിയൊന്നും സീരിയസ് അല്ല എന്നല്ല കേട്ടോ അർത്ഥം. കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെ പറയണോ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കില്ലേ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഇതിൽ നമ്മുടെ ഈ മൂവിയിൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ മൂവി ഇതിനെക്കുറിച്ച് എങ്ങനെയാണെന്നൊക്കെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇതിൽ മെയിനായിട്ട് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോവിനോയുടെ സിസ്റ്ററായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടോവിനിക്ക് 2 സിസ്റ്ററാണ്. ഒരു എൽഡർ സിസ്റ്ററും ഒരു യങ്ങർ സിസ്റ്ററും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുട്ടിയാണ്, ഒരു സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി, അനിയത്തിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് സംഭവിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഒരു റേപ്പിൽ പെട്ടുപോകുന്നുണ്ട് ആ കുട്ടി. അപ്പോൾ ആ റേപ്പിൽ പെട്ടുപോയി കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ ഫേസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ട്രോമ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന ആ കുട്ടീനോട് ടോവിനോ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡയലോഗായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ വിൽ പവർ കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റാത്തതൊന്നും ആരും നിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് ഇനിയും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നീ തിരിച്ചു വരണം. എനിക്കറിയാം സമയം എടുക്കുമെന്ന്, പക്ഷെ നീ തിരിച്ചു വരണം. തിരിച്ചു വന്നേ പറ്റുള്ളൂ, വേറെ ഓപ്ഷനില്ല. ഇത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരിക്കലും ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയ ഒരു കുട്ടീൻ്റെ മാനസികാവസ്ഥയെ നമ്മൾ കുറച്ച് കാണുമോ? ഒന്നുമല്ല. എനിക്ക് അറിയാം, ഞാൻ ആസ് എ ഗേൾ എനിക്കറിയാം, നമ്മൾ ഒരു ചെറിയൊരു പ്രോബ്ലം പോലും, കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ആരെങ്കിലും തോണ്ടല്, പിടിക്കല്, അങ്ങനത്തെ പ്രോബ്ലംസ് പോലും ഓരോ രീതിയിൽ ഉണ്ടാകുന്ന ടച്ചുകൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം, ആ ഒരു വിഷമം, ഒരു ട്രോമ, ലൈഫ് ലോങ് നമ്മളെ അത് തന്നെ ഇങ്ങനെ എന്താ പറയുക അലട്ടിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗേൾസിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു എന്താ പറയുക, എന്തോ അവർക്ക് കിട്ടിയ സ്വയം അവരുണ്ടാക്കിയെടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒരു ബാഡ് ടച്ച് എങ്ങനെയാണെന്നും ഒരു ഗുഡ് ടച്ച് എങ്ങനെയാണെന്നും, അതുപോലെ പിന്നെ ഓരോരുത്തരുടെ നോട്ടാണെങ്കിലും എക്സ്പ്രഷൻ ആണെങ്കിലും നമുക്കത് മനസ്സിലാവും അതേത് രീതിയിലാണ്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനത്തെ പഠിപ്പിക്കുന്ന ക്ലാസ്സസും ടീച്ചേഴ്സും വീടുന്നും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജനറേഷനിലൊന്നും അങ്ങനെയൊന്നും നമ്മളെ ആരും പഠിപ്പിക്കാനൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ആർക്കും ഇതിനെക്കുറിച്ചൊന്നും വലിയ നോളജ് ഇല്ലായിരുന്നു. അപ്പോൾ എന്നിട്ടും നമ്മളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്രൗഡിൻ്റെ ഇടയിൽ പോവുകയാണ്, അല്ലെ ഒരാൾ നമുക്കറിയാത്ത ഒരാൾ നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി സേഫ് ആക്കുന്ന തരത്തിലായിരിക്കും നമ്മുടെ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ആരെങ്കിലും വരുന്നത് നമ്മളെ തട്ടും തോന്നുന്നു പറയുമ്പോൾ ഇങ്ങനെ കൈവച്ചാണ് നടക്കുക. അതുപോലെ ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ഓരോ രീതിയിൽ അതിനെ ഒരു എന്താ പറയുക, നമുക്കൊരു സെൽഫ് ഡിഫെൻസ് ആയിട്ട് നമ്മൾ ഏത് നേരവും നമ്മളിങ്ങനെ അലേർട്ടായിട്ടിരിക്കും. എപ്പോഴാണ് എന്താണ് നമുക്കെതിരെ വരുന്നത് എന്നുള്ള ഒരു അലേർട്ടില്ല. കാരണം പരിചയമില്ലാത്ത ആൾക്കാരെ എങ്ങനെയാ എന്താ ഒന്നും നമുക്കറിയില്ലല്ലോ. അതിൻ്റെ ആ ഒരു ഇതിൽ നമ്മളങ്ങനെ വിചാരിക്കും. അങ്ങനെ വിചാരിച്ച ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും മോശമാണ്, ആണുങ്ങളൊന്നും കൊള്ളൂല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കണ്ണിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ എന്ത് വേണമെങ്കിൽ സംഭവിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അലേർട്ടായിരിക്കുന്നത്. അല്ലാതെ എല്ലാവരും മോശക്കാരാണ് ഒന്നും വിചാരിച്ചിട്ടല്ല. അപ്പം ഞാൻ പറഞ്ഞു തന്നെന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ അത്രയും ഒരു ചെറിയ ഒരു കാര്യത്തിന് പോലും നമ്മൾ അത്രയും അലേർട്ടായിരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രോബ്ലംസ് അതിനൊന്ന് കുറച്ച് കാണുമല്ല, നമുക്കിങ്ങനെ ബസ്സിലുണ്ടാകുന്ന
ചെറിയൊരു പ്രോബ്ലംസ്, അല്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും മിസ്യൂസ് ചെയ്യാൻ നോക്കിയതോ അല്ല മിസ്യൂസ് ചെയ്തതോ ആയിട്ടുള്ള പ്രോബ്ലംസ്, അങ്ങനത്തെ ഞാൻ ഡീപ്പായിട്ട് പറയേണ്ട, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഓരോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ട് വന്നാൽ നമ്മൾ ലൈഫിൽ അത് മുഴുവൻ നമ്മൾ ഓർക്കുക, അങ്ങനെ സംഭവിച്ചില്ലേ, അങ്ങനെ ആയില്ലേ, ട്രോമ ആയില്ലേ, ചിലപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. എന്നുവെച്ചാൽ നമുക്ക് ആ പ്രായത്തിൽ അറിയില്ല, ഇത് ആരോട് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാവോ, എന്താ സംഭവം എന്നറിയാത്ത രീതിയിലെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു മൈൻഡ് സെറ്റൊക്കെ ആയിരിക്കും നമുക്ക് അപ്പോഴും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ പറയില്ല, ലൈഫ് ലോങ് നമ്മളത് ഓർത്തിരിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞിരുന്നത്, അത്രയും ഒരു കാര്യം പോലും നമുക്ക് അത്രയും പ്രശ്നം ഉണ്ടാകുന്ന സ്ഥിതിക്ക് ഒരാൾ നമ്മുടെ മേത്തേക്ക് ആധിപത്യം എടുക്കുകയാണ്. നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ബോഡി, നമ്മുടെ ആ ഒരു വ്യക്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബോഡി. നമ്മുടെ ബോഡിയിലേക്ക് ഒരാൾ ആധിപത്യം എടുത്തിട്ട് അവർ അതിൽ എന്താണെന്ന് വെച്ചാൽ അവർ ക്രൈം ചെയ്യാണ്. നമ്മളെ അങ്ങ് വേദനിപ്പിച്ചിട്ട് നമ്മളെ മാനസികമായും ശാരീരികമായും തളർത്തി പണ്ടരടക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് എത്രത്തോളം നമ്മളെ ഹേർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അത് നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ക്യാരക്ടറിനോട്, ഈ സിസ്റ്ററിനോട് ടോവിനോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നീ തിരിച്ചു വന്നേ പറ്റുള്ളൂ, നിന്റെ അടുത്തുനിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നിന്റെ വിൽ പവർ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒന്നും നിന്റെ നഷ്ടപ്പെട്ടിട്ടില്ല. അത് വളരെ എന്താ പറയുക, വളരെ ശരിയായ ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഒരാൾ കീഴ്പ്പെടുത്തി അല്ലെ ആധിപത്യം കാണിച്ചു എന്ന് വിചാരിച്ച് നമ്മളെന്തോ മരിക്കണോ പോയിട്ട്? അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ, ഒന്ന് സോപ്പിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ അതൊക്കെ മാറി എന്ന് പറയുന്ന പല സിനിമകളും നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ഞാൻ ശരിവെക്കുന്നു. അങ്ങനെ വിചാരിച്ചിട്ട് ആ ഒരു മാനസികാവസ്ഥയിൽ പോകുന്ന ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളും എത്രയാണെന്നൊക്കെ എനിക്കറിയാം. ഇപ്പോൾ ഞാനൊന്ന് ഇൻഡിവിജ്വലിന് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാനും അതുപോലെ തന്നെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകും. പക്ഷെ അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് നടന്നു വെച്ച് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമ്മുടെ ജീവിതം നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നമ്മളതിനകത്ത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓരോ ഇൻഡിവിജ്വലിനെ അനുസരിച്ചിട്ട് അത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അത് ലീഗൽ മൂവ് ചെയ്യണോ, അല്ല നമുക്ക് വേറെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അതിന് ആ ഒരു പ്രശ്നം നമുക്ക് നേരിടാൻ വേണ്ടി നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കില്ലേ, നമുക്ക് ചിലപ്പം ക്യാൻസർ വന്നാലോ ഇല്ലേ വേറെ എന്തെങ്കിലും അസുഖം വന്നാലോ നമ്മൾ ചിന്തിക്കുന്നില്ലേ? അങ്ങനെ ചിന്തിക്കുന്നത് പോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് അതിയായി ആഗ്രഹിക്കാം. അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പക്ഷെ നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്തിരിക്കണം, നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം സംഭവിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് റിക്കവറായി വരണം, നമ്മൾ ജീവിക്കണം, നമ്മൾ മുൻപോട്ട് പോവണം, നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കണം. എന്തൊക്കെയാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മൾ ചെയ്യണം. നമ്മൾ ആ സമയം വളരെ തകർന്ന് തരിപ്പണായിരിക്കുന്ന സമയമായിരിക്കും. എത്ര വിൽ പവറുള്ള ആൾക്കാർക്കും അതെന്ന് പറയുന്നത് ലൈഫിലെ എന്നുവെച്ചാൽ ഏറ്റവും മോശം ഒരു കാര്യം ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും തരിപ്പണായിരിക്കുകയാണ് എങ്കിൽ പോലും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ കുറച്ച് സമയം നമ്മൾ എടുത്തേക്കാം, കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ നമ്മൾ എടുത്തേക്കാം. പക്ഷെ അങ്ങനെ എടുത്തിട്ടാണെങ്കിലും നമ്മൾ അതിനകത്ത് തിരിച്ചു വന്നേ പറ്റുള്ളൂ. ഇത് നമ്മളെ മക്കളോടെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ എന്ത് വിചാരിച്ചിട്ട് അവരെ പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നുമല്ല. എന്നുവെച്ചാൽ നിനക്ക് അങ്ങനെ സംഭവിക്കും, അങ്ങനെ നീ ഇങ്ങനെ അതിന് ഇതായിരിക്കണം അതായിരിക്കണം, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ മക്കൾക്ക് സപ്പോസ് അതൊന്നുമല്ല നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം, അതൊന്നുമല്ല നീ എന്ന വ്യക്തിയാണ്, നീ എന്ന നിന്റെ ക്യാരക്ടറാണ്. അതാണ് മെയിൻ കാര്യം. അല്ലാതെ ഒരാൾ വന്ന് നമ്മളിൽ നിന്ന് ഒരു സാധനം പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ തെറ്റല്ലല്ലോ.
നമ്മളൊന്നും ചെയ്തിട്ടില്ല ആ കാര്യത്തിൽ. അവരാണ് തെറ്റുകാർ, നമ്മളല്ലല്ലോ തെറ്റുകാർ. അപ്പം നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാര്യം നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുവോ, നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് കഷ്ടപ്പെടുവോ, നമ്മൾ ജീവിതം മുഴുവൻ അത് ആലോചിച്ച് വിഷമിച്ച് ലൈഫ് നശിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഓരോ കുട്ടികൾക്കും നമ്മൾ സ്വയം ഇപ്പം നിങ്ങളിപ്പോൾ ഏത് ജെൻഡറിലുള്ള ആളാണെങ്കിലും ഏത് ഏജിലുള്ള ആളാണെങ്കിലും ഇത് കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഗേൾസിന് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ബോയ്സിനും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. കുട്ടികൾക്കാണ് കൂടുതലായിട്ടും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് കൂടുതലും കുട്ടികളുടെ കേസാണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഏജ് പോലെയുള്ള ഒരാളാണ്, ഒരു അഡൾട്ടാണ്, ഈയൊക്കെ ഒരു ഏജിലുള്ള ഒരാളാണ്, അല്ല നിങ്ങളൊരു പാരൻ്റാണ് എങ്കിൽ നമ്മളോട് പറയേണ്ട കാര്യവും നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ കുട്ടികളോട്, ബോയ് ഓർ ഗേൾ ആരോടാണെങ്കിലും നമ്മൾ പറയേണ്ട കാര്യം, നിങ്ങൾക്ക് അവർക്കൊരു മനസ്സിലാവുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ലാതെ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. അതുപോലെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഓരോ ആൾക്കാരുടെ എല്ലാവരും ഡിഫറെൻ്റ് ആയ ആൾക്കാരാണ്, എല്ലാവരെയും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനത്തെ പല പല കാര്യങ്ങളും നമ്മളോട് പറയണം. അതുപോലെ നമ്മൾ കുട്ടികളോട്, വളർന്നു വരുന്ന കുട്ടികളോട് പറയണം. ഇൻ കേസ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം അവരോട് പറയേണ്ട കാര്യം, ഇനി സപ്പോസ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു പോയി, അങ്ങനെ പോയി എന്ന് വെച്ചിട്ട് അതൊരിക്കലും നിങ്ങളുടെ തെറ്റല്ല, നിങ്ങൾക്കൊന്നും അവിടെ നഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ അതിനു വേണ്ടി എന്ത് നടപടിയാണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് നിങ്ങൾ മൂവ് ഓൺ ആയിട്ട് മുന്നോട്ട് വരിക തന്നെ ചെയ്യണം. അച്ഛനും അമ്മയും എപ്പോഴും മോളുടെ അല്ല മോൻ്റെ കൂടെ ഉണ്ടാവും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അച്ഛനോടും അമ്മയോടും പറയണം. മറച്ചു വെക്കാൻ പാടില്ല. അവരങ്ങനെ പറയരുത്, ഇങ്ങനെ അങ്ങനെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കേൾക്കാൻ പാടില്ല. അച്ഛനും അമ്മയും എന്തിനും മോൻ്റെ കൂടെ മോളെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്തും വന്ന് ഞങ്ങളോട് പറയണം. അതുപോലെ ഗുഡ് ടച്ച് എന്താ, ബാഡ് ടച്ച് എന്താന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആരൊക്കെ തൊടാം, ആരൊക്കെ ഉമ്മ വെക്കാം, ആരൊക്കെ കെട്ടിപ്പിടിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഇത്രയും കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച്, ഓരോ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു ആയ കുട്ടികളോട് ഇതും കൂടി പറഞ്ഞു കൊടുക്കണം. മീൻസ് സപ്പോസ് എനിക്ക് അങ്ങനെ സംഭവിച്ച പേരിൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ലോകം അവസാനിക്കുന്നില്ല, നിനക്ക് ജീവിക്കണം, നീ വീണ്ടും വീണ്ടും ജീവിക്കും, അതിന് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല, നിന്നെ ആരും കുറ്റപ്പെടുത്തുന്നുമില്ല, നിന്നെ ആരും തടയുന്നുമില്ല, ഒന്നും തടയ്ക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല, നീ ജീവിക്കണം, നീ മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ, അതിനെല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ ഉണ്ടാവും എന്ന് അതും കൂടി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം നിനക്കങ്ങനെ സംഭവിക്കില്ല എന്നോ, നിനക്കങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രമല്ല, ഇൻ കേസ് സംഭവിച്ചാൽ പോലും ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അതും കൂടി നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വെക്കൂ. അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കുട്ടികൾക്ക് ആ രീതി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഐഡന്റിറ്റി എന്ന് പറഞ്ഞ മൂവി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇതാണ് പറയാനുള്ളത്. ടോവിനോ പറഞ്ഞ കാര്യം തന്നെയാണ് പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. ഓക്കെ, ബൈ.